സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് പാർട്ടി കോൺഗ്രസ്സിലെ സംവിധാനങ്ങളും വളരെയധികം തോതിൽ വളർന്നിട്ടുണ്ട്. ഇ.പി. ജയരാജൻ നമുക്കൊപ്പമുണ്ട്. ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ ഉണ്ടെന്നോ? അതായത് വ്യത്യസ്തമായ ഭാഷകൾ, ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുണ്ട്. എല്ലാ ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തത്തക്ക നിലയിലേക്കല്ല. ഇപ്പോൾ പ്രധാനമായ 5 ഭാഷകളിൽ നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈൽ വഴി, പ്രത്യേക ആപ്പ് വഴി അവിടെ നടക്കുന്ന പ്രസംഗം അത് പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നത് ഇന്നർ ഡിസ്കഷൻ്റെതല്ല. പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രസംഗങ്ങൾ പുറത്തു കൊടുക്കാൻ പറ്റാവുന്ന പ്രസംഗങ്ങൾ നടക്കുമ്പോൾ അത് നമ്മുടെ മൊബൈലിൽ ആപ്പിൽ, പ്രത്യേക ആപ്പിൽ ലഭ്യമാകും. 5 ഭാഷകളിൽ കിട്ടും. ഏതൊക്കെ ഭാഷ? തമിഴുണ്ട്, ഇംഗ്ലീഷുണ്ട്, പിന്നെ ഹിന്ദിയുണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഭാഷ കൂടിയുണ്ട്. അതായത് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പം ഒരു ഹിന്ദിയിലാണ് ഒരാൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹിന്ദി കേൾക്കണം. ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമ്പോൾ അത് മലയാളത്തിൽ ആ പ്രസംഗം അത് കേൾക്കാം, മലയാളത്തിലായിട്ട് കേൾക്കാം. എനിക്കൊന്ന് പാർലമെൻറ്റിലൊക്കെ ഉള്ള സംവിധാനം, ആ ഒരു സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്, നടപ്പിലാക്കുകയാണ്. അത് കുറേ കൂടി വിജയകരമായി തീർന്നാൽ ഇനിയും എത്രയോ ഭാഷകളിലേക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ശാസ്ത്രം വളരുകയല്ലേ, അറിവുകൾ കൂടുകയല്ലേ, സാങ്കേതിക വിദ്യ വളർന്നു വരികയാണ്. ആ സാങ്കേതിക വിദ്യയുടെ വളർച്ചകളെയെല്ലാം ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കുക എന്നുള്ള ഒരു തൊഴിലാളി വർഗ കാഴ്ചപ്പാടാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയോ? ഏതെങ്കിലും? ഞാൻ നോക്കിയില്ല. ഞാനത് നോക്കാൻ എൻ്റെ മൊബൈൽ, ഇപ്പം ഞാനിതുവരെ സമ്മേളന ഹാളിലായിരുന്നു, അപ്പോൾ നേരിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ മറ്റ് പബ്ലിക് മീറ്റിംഗ്, പബ്ലിക് ക്യാമ്പയിൻ, റെസൊല്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും നമുക്ക് ഈ മൊബൈൽ ആപ്പിൽ കിട്ടും. അല്ല, ഒരു സംശയം എന്ന് വെച്ചാൽ ഈ സമ്മേളനത്തിൽ ഒരു പ്രതിനിധി സംസാരിക്കുന്നു, അത് നമുക്ക് സംസാരിക്കുന്ന പുറത്ത് കൊടുക്കില്ല. അല്ല, പുറത്തല്ല, ഈ പ്രതിനിധികൾക്ക് കേൾക്കാൻ പറ്റും. അതിനകത്ത് ഉള്ളവർക്ക് കേൾക്കത്തക്ക നിലയിലൊരു സംവിധാനമുണ്ട്. അതായത് ആ കേൾക്കുന്നത് റെക്കോർഡ് അല്ല, കേൾക്കാം, മനസ്സിലാക്കാം. പിന്നീട് അത് റിവൈൻഡ് അടിച്ച് കേൾക്കുക അല്ല 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 അതായത് ഏതെങ്കിലും ഒരു ഭാഷയിൽ, ഇപ്പോൾ മലയാളത്തിൽ ഉള്ള ഒരാൾ മലയാളത്തിൽ തന്നെയാണ് ഒരു മലയാളി സംസാരിക്കുന്നതെങ്കിൽ, ഏറ്റവും കൂടുതൽ പ്രതിനിധികളുള്ള 175 പേർ കേരളത്തിൽ നിന്നാണ്. ഒരാൾ മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നത് മറ്റ് സംസ്ഥാനത്തുള്ള പ്രതിനിധികൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ, അത് കേൾക്കണമെങ്കിൽ അവർക്കൊരു പ്രത്യേക ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു ഹിന്ദിയിലാണ് ഒരാൾക്ക് കേൾക്കേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് കേൾക്കേണ്ടതെങ്കിൽ, തമിഴിലാണ് കേൾക്കണമെങ്കിൽ അവർക്ക് വേണ്ട ലാംഗ്വേജ് അതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുത്ത് ആ ഭാഷയിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ പറ്റും എന്നൊരു സംവിധാനം 24-ാം പാർട്ടി കോൺഗ്രസ്സിലുണ്ട് എന്നതാണ് ഇ.പി. ജയരാജനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.